ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നിവിടെ പോയിന്റ് ടു പോയിന്റ് ഡിവൈസ് P2Pയുടെ ആ ഒരു വർക്കിങ്ങിനെ കുറിച്ചും അല്ലെങ്കിൽ അതിനെന്തൊക്കെ വേണം അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കേണ്ടത് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ ആണത്. അപ്പോൾ അതിൻ്റെ കോൺഫിഗറേഷൻ ഉൾപ്പെടെ നമ്മുടെ ട്യൂട്ടോറിയൽ ചാനൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ, അതായത് ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഏത് മേടിക്കണം, ഏതാ നല്ലതെന്നൊക്കെ ഉള്ളതിൻ്റെ ഏതൊക്കെ സാഹചര്യങ്ങളിൽ ഉപയോഗിക്കണം എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ആണിത്. കാണുക. ഈ കാണുന്നത് രണ്ട് പോയിന്റ് ടു പോയിന്റ് ഡിവൈസ് ആണ്. അപ്പോൾ ഇതൊരു പോയിന്റ് ടു പോയിന്റ് ഡിവൈസ് ആണ് നിങ്ങൾ കാണുന്നത്. അതായത് ഇതൊരു TP ലിങ്കിൻ്റെ CP ആണ്. ഏതാണ് മോഡൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ CP510 എന്നാണ് ഈ ഒരു മോഡൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ രണ്ട് ഡിവൈസാണ്, പോയിന്റ് ടു പോയിന്റ് ഡിവൈസാണ് കൊടുത്തേക്കുന്നത്. അത് ഇതാണ് ആ ഒരു CP എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്കിന്ന് നോക്കാം. ഇപ്പോൾ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആ ഒരു ക്യാപ്പ് അടിയിലുണ്ട്. ഇങ്ങനെ തന്നെയാണ് പോയിന്റ് ഡിവൈസ് എല്ലാം വരുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു ലാൻ പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം. ആ ഒരു ലാൻ പോർട്ട് PoE ഇൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തൊരു ഹോളുണ്ട്, ആ ഒരു റീസെറ്റ് ഹോളുണ്ട്. ഈ ഒരു ലാൻ പോർട്ടും ഉണ്ട്, റീസെറ്റ് ഹോളും ഉണ്ട്. പിന്നെ അതിനകത്ത് ലാൻ പോർട്ട് നമുക്ക് PoE ആണ് കൊടുക്കേണ്ടത്. PoE ഇൻ കൊടുക്കാനുള്ളൊരു ഓപ്ഷൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇതിൻ്റെ വർക്കിംഗ് നോക്കാം. അതായത് ഞാനിവിടെ ഒരു ബോർഡിൽ നമുക്ക് വരച്ച് കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് ആദ്യം തുടങ്ങാം. ഇപ്പോൾ നമുക്കിത് പോയിന്റ് ടു പോയിന്റ് ഡിവൈസ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു നെറ്റ്വർക്ക്, അതായത് നമ്മുടെ വീട്ടിലെ ആ ഒരു നെറ്റ്വർക്ക്, ഇപ്പോൾ നമ്മുടെ ഒരു മോഡം ഉണ്ട്, മോഡത്തിൽ നിന്ന് സ്വിച്ച് ഉണ്ട്, സ്വിച്ചിൽ നിന്ന് നമുക്കവിടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നുണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ആ ഒരു നമ്മുടെ ഒരു ലാൻ നെറ്റ്വർക്കാണ്. അതായത് അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ലാനാണ്, ഒരു ലോക്കൽ ഏരിയ നെറ്റ്വർക്കാണ് ലാൻ. ഓക്കെ. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിലായിരിക്കും നമ്മുടെ ഒരു മോഡത്തിൽ നിന്ന് സ്വിച്ച് അല്ലെങ്കിൽ മോഡത്തിൽ നിന്ന് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസുകൾ ഇതെല്ലാം വർക്ക് ചെയ്യുന്നത് ആ ഒരു നെറ്റ്വർക്കിലാണ്. അപ്പോൾ അവിടെ എല്ലാം ഉണ്ടാവാം, അതായത് മോഡം ഉണ്ടാവാം, ഒരു കമ്പ്യൂട്ടർ ഉണ്ടാവാം, ലാപ്ടോപ്പ് ഉണ്ടാവാം, എന്തും ഉണ്ടാവാം, ക്യാമറ ഉണ്ടാവാം, ഇങ്ങനെ എല്ലാം ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ ഇത് ക്യാമറ പർപ്പസിൽ പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിംഗ് പർപ്പസിൽ പറയുകയാണെങ്കിൽ നമുക്കിവിടെ അവിടെ ഉപയോഗിക്കുന്നൊരു NVR ആണെന്ന് വിചാരിക്കുക. അതായത് NVR എങ്ങനെയാണ്, ആ ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡറാണ്. അപ്പോൾ ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ വരുന്ന ക്യാമറകൾ, അതായത് ഫോർ എക്സാമ്പിൾ ഇവിടെ ഇരിക്കുന്നത് ഈ 1, 2, 3, അതായത് ക്യാം നമ്പർ 1, 2, 3 ഈ 3 ക്യാമറയും ഈ ഒരു NVRലാണ് വന്നേക്കുന്നത്. അതായത് ഈ NVRൽ നിന്നിട്ട് ആണ് അയക്കുന്നത്. അതായത് ഈ ഒരു മോഡത്തിൽ നിന്ന് വരുന്ന ഈ ഒരു നെറ്റ്വർക്ക്, ഈ ഒരു ലാൻ ഏരിയ നെറ്റ്വർക്കാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതിൽ നിന്ന് വരുന്ന ആ നെറ്റ്വർക്കിൽ നിന്നാണ് ഈ ഒരു 3 ക്യാമറ കണക്ട് ആയിരിക്കുന്നത്. കാരണം ആ മോഡത്തിൽ നിന്ന് നേരെ സ്വിച്ച് ചെയ്യുന്ന ഈ ഒരു ക്യാമറകളിലോട്ടും പിന്നെ NVRലോട്ടൊക്കെ പോകുന്നുണ്ട്. ഇതെല്ലാം ഒരൊറ്റ നെറ്റ്വർക്കാണ്. അപ്പോൾ ഈ നെറ്റ്വർക്കിൽ ഇനിയും നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒരു ക്യാമറ ആഡ് ചെയ്യണമെങ്കിൽ ഒക്കെ ക്യാമറ ആഡ് ചെയ്യാം. അപ്പോൾ ഇതൊരു ക്യാം 4 ആയിട്ടോ അങ്ങനെ പിന്നെയും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ്, ഈ ഒരു നെറ്റ്വർക്കിലോട്ട് ആഡ് ചെയ്യുമ്പോൾ നെറ്റ്വർക്ക് വീഡിയോ റെക്കോർഡർ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ NVR വർക്ക് ചെയ്യുന്നത് ഈ ഒരു നെറ്റ്വർക്കിലായിട്ടാണ്. ഇത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതായത് ഈ ഒരു മോഡത്തിന് ഒരു IP ഉണ്ടാവും, NVRന് IP ഉണ്ടാവും. ആ ഒരു സീരിയലിൽ തന്നെ വരുന്ന IP-കളൊക്കെ ആയിരിക്കും ഈ ഒരു ക്യാമറയ്ക്ക് ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്ന നെറ്റ്വർക്കിനൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇതാണ് നമ്മുടെ വീടെന്ന് വയ്ക്കുക, അവിടെയാണ് ഈ ഒരു ലാൻ ഉണ്ടായി അല്ലെങ്കിൽ ലാൻ നെറ്റ്വർക്ക് നമ്മൾ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മോഡം വെച്ചിട്ടോ ഇത് വെച്ചിട്ടോ ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് ഇവിടെയാണെന്ന് വിചാരിക്കുക. അതായത് ഇതാണ് നമ്മുടെ ആ ഒരു വീടെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് കുറേ അകലെ ഇപ്പോൾ ഈ ഒരു നമ്മുടെ ഈ ഒരു പോയിന്റ് ടു പോയിന്റ് ഡിവൈസിൻ്റെ ഒരു ഡിസ്റ്റൻസ് ഒക്കെ പറയുന്നത് 5 to 10 കിലോമീറ്റേഴ്സ് വരെയൊക്കെയുള്ള ഡിസ്റ്റൻസ് ഒക്കെ പറയുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അതായത് ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു വീട്ടിൽ അല്ലെങ്കിൽ ഒരു ഓഫീസ് ആയിക്കോട്ടെ, ഈ ഒരു ഓഫീസിൻ്റെ ആ ഒരു ബിൽഡിങ്ങിലാണ് ഈ പറഞ്ഞ ഈ ഒരു NVR ഉള്ളത്, ഈ ഒരു ക്യാമറകളുള്ളത്, ഈ ഒരു 3 ക്യാമറകളുള്ളത്, ആ ഒരു കമ്പ്യൂട്ടറുകളും ബാക്കിയൊക്കെ ഉള്ളത് ഈ ഒരു ബിൽഡിങ്ങിലാണെന്ന് വിചാരിക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഏകദേശം ഒരു എത്രയാണ് ഒരു 800 മീറ്റർ അകലെ ഒരു ഡിസ്റ്റൻസിൽ വേറൊരു ബിൽഡിംഗ് ഉണ്ട്. അതായത് ഇതേ ഓഫീസിൻ്റെ തന്നെ ഒരു ബിൽഡിംഗാണ്. ഇത് ഓഫീസ് നമ്പർ 2 ആണ്. ഓഫീസ് 2 ആണ്. ഒരു 800 മീറ്റർ അല്ലെങ്കിൽ ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസ് നോക്കിക്കോ. ഇത്രയും ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് അടുത്ത ഓഫീസ് ഉള്ളത്. അപ്പോൾ ഇവിടെയും നമുക്ക് ഇതുപോലെ തന്നെ ഒരു മോഡം അല്ലെങ്കിൽ ഒരു ഡിവൈസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ എന്തായിരിക്കും അവിടെ സംഭവിക്കുക, ഈ ഒരു ഡിഫറെൻറ്റ് നെറ്റ്വർക്കായിട്ട് മാറും. കാരണം ഇവിടെ ഒരു മോഡം വരുമ്പോൾ ആ ഒരു മോഡം പ്രൊവൈഡ് ചെയ്യുന്ന ലാനായിരിക്കും ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു ലാൻ ഇപ്പുറത്തുള്ള ഈ ഒരു ലാനല്ലായിരിക്കും, ഇതിൻ്റെ ഒരു ലാനല്ലായിരിക്കും. നേരെ ഇപ്പുറത്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് വേറൊരു ലാനായിരിക്കും. അപ്പോൾ അവിടെ എന്താ ചെയ്യേണ്ടത്, അതായത് നമുക്കിവിടെ, അതായത് നമ്മുടെ ഈ ഒരു NVRൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു 3 ക്യാമറ കിട്ടി. എന്നാൽ നമ്മുടെ ഇപ്പുറത്തുള്ള ഓഫീസ് നമ്പർ 2 എന്നുള്ള, അതായത് ഇത്ര കിലോമീറ്റർ ഇപ്പോഴുള്ള ഈ ഒരു ഇത്രയും 800 മീറ്റർ ആണെങ്കിൽ ആ ഒരു മീറ്ററിന് അപ്പുറമുള്ള അവിടെയും 2 ക്യാമറ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ ഓഫീസിന് 2 ക്യാമറ വെച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ കാണണം. അതായത് ഈ ഒരു NVRൽ തന്നെ ഈ ഒരു നെറ്റ്വർക്കിൽ തന്നെ വരികയും നമുക്കത് വ്യൂ ചെയ്യുകയും ചെയ്യണം. ഇവിടെ ഇരിക്കുന്ന ഒരു മോണിറ്റർ ഉണ്ടെങ്കിൽ ആ മോണിറ്ററിൽ തന്നെ ഈ ഒരു കിലോമീറ്റർ ഇപ്പോൾ ഇരിക്കുന്ന ഈ 2 ക്യാമറകളും കൂടി നമുക്ക് ഈ ഒരു NVRൽ കാണണം. അപ്പോൾ ഈ ഒരു നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ കയറിയാലാണ് നമുക്ക് ഈ ഒരു
ഈ 2 ക്യാമറയും കൂടി നമുക്ക് ഇവിടെ ഈ ഒരു NVR കിട്ടുകയുള്ളൂ. ഈ നെറ്റ്വർക്കിൻ്റെ ഉള്ളിൽ കയറണം, ഈ NVRൻ്റെ ഈ ഒരു നെറ്റ്വർക്കിൽ കയറണം. പക്ഷേ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഈ ഒരു സ്വിച്ചിൽ നിന്ന് ഇത്രയും ഡിസ്റ്റൻസിൽ കേബിൾ വലിച്ച് ഇവിടെയുള്ള സ്വിച്ചിൽ കൊണ്ടുവരേണ്ടി വരും. ശരിയല്ലേ? അതായത് നമുക്ക് ഈ പറഞ്ഞ 1 കിലോമീറ്റർ കേബിൾ വലിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരേണ്ടി വരും. ശരിയല്ലേ? അപ്പോൾ ഇത്രയും കിലോമീറ്റർ വലിക്കാൻ, ഇത്രയും ദൂരത്തിൽ വലിക്കാൻ ചിലപ്പോൾ Cat 6 നമുക്കത് സാധിക്കില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഫൈബർ ഉപയോഗിക്കാൻ പറ്റും. ഫൈബർ നമുക്കറിയാമല്ലോ, ഫൈബറിൻ്റെ കേബിളിന് വില കുറവാണെങ്കിലും ബാക്കിയുള്ള അക്സസറീസും കാര്യങ്ങളും വരുമ്പോൾ ആ ഒരു എസ്റ്റിമേറ്റിൽ ആ ഒരു എക്സ്പെൻസ് കൂടും. പിന്നെ അതെല്ലാം വലിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടാവാം. ചിലപ്പോൾ ഇതിനൊരു റോഡ് പാസ് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെ പല ബുദ്ധിമുട്ടുകളുണ്ടാവാം ഈ ഒരു ഇൻ ബിറ്റ്വീൻ ഈ 2 ബിൽഡിങ്ങുകൾ തമ്മിൽ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാവുന്ന ഒന്നാണ് ഈ ഒരു CPE എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് ടു പോയിന്റ് ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 സൈഡിലായിട്ടും ഇതുപോലെ ഈ ഒരു പോയിന്റ് ടു പോയിന്റ് ഡിവൈസുകൾ സെറ്റ് ചെയ്യും. ഓക്കെ, 2 സൈഡിൽ, അതായത് ഈ 2 ഓഫീസിലും നമ്മളതുപോലെ പോയിന്റ് ടു പോയിന്റ് ഡിവൈസ് സെറ്റ് ചെയ്യും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇത്രേ ഉള്ളൂ. അതായത് നമ്മൾ ഇവിടെയുള്ള ഈ ഡിവൈസുകളെയും, അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ ക്യാമറയാണെങ്കിലും ബാക്കി എല്ലാത്തിലും ഈ സ്വിച്ചിൽ നിന്ന് ഉപയോഗിക്കുന്ന ഈ ഡിവൈസുകളെല്ലാം നമുക്ക് ഇപ്പുറത്ത് ഈ ഒരു നെറ്റ്വർക്കിലോട്ട്, അതായത് ഈ ലാൻഡിലോട്ട് നമുക്ക് ഈ ഡിവൈസുകളെ എല്ലാം നമുക്ക് എത്തിക്കണം. അപ്പോൾ അതിനായിട്ടാണ് നമ്മൾ ഈ ഒരു CPE ഇവിടെ സെറ്റ് ചെയ്യുന്നത്, ഈ ഒരു പോയിന്റ് ടു പോയിന്റ് ഡിവൈസ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിവൈസ് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ സെറ്റ് ചെയ്യും, അടുത്ത ഡിവൈസ് നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിൽ സെറ്റ് ചെയ്യും. രണ്ട് ബിൽഡിങ്ങിലായിട്ട് സെറ്റ് ചെയ്യും. ഈ 2 ഡിവൈസുകൾ നമ്മൾ സെറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സ്വിച്ചിൽ നിന്ന് തന്നെ, അതായത് ഈ ഒരു സ്വിച്ചിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു POE ഇഞ്ചക്ടർ ഉണ്ടാവാം. അപ്പോൾ ആ ഒരു ഇഞ്ചക്ടറിലാണെങ്കിലും നേരെ ആ ഒരു POE കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു CPUവിൻ്റെ ആദ്യത്തെ ഒരു ഡിവൈസിലോട്ട് നമ്മൾ കൊടുക്കും. ഓക്കെ, അവിടെ നിന്ന് ഇത് കോൺഫിഗറേഷൻ ചെയ്ത്, നമ്മൾ ഒരു ഡിവൈസ് കോൺഫിഗറേഷൻ ചെയ്ത് നമ്മൾ നേരെ ഇപ്പുറത്തെ ഡിവൈസിൽ അത് ക്യാച്ച് ചെയ്യും. ഓക്കെ, ഇപ്പുറത്തെ ഈ ഒരു പോയിന്റ് ടു പോയിന്റ് ഡിവൈസിൽ, അതായത് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ഈ ഡിവൈസിൽ ക്യാച്ച് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഒരു കേബിൾ നേരെ ഇറങ്ങി ആ ഒരു സ്വിച്ചിലോട്ട് വരും. ഓക്കെ, നമ്മളിതിനെ കോൺഫിഗറേഷൻ ചെയ്ത് ആ ഒരു സ്വിച്ചിലോട്ട് വരും, അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിലോട്ട് വരും. അപ്പോൾ അതോടുകൂടി ഈ ലാനും, അതായത് ഈ 2 ലാനും ഒന്നാകണം. അതായത് ഇവിടുത്തെ ഈ IP കൊടുക്കുന്ന ഈ ഒരു റിപ്പീറ്റ് ചെയ്ത് വരുന്ന, അതായത് ഈ ഒരു ഈ ഒരു CPEയിലൂടെ വരുന്ന ഈ ഒരു നെറ്റ്വർക്ക് തന്നെ തൊട്ട് അപ്പുറത്തുള്ള P2P സെക്കൻഡ് സ്റ്റേഷനിലോട്ട്, അതായത് 2ാമത്തെ ആ ഒരു ക്ലയൻറ്റിലോട്ടും വന്ന് ആ ഒരു നെറ്റ്വർക്ക് ഇവിടെ വന്നിട്ട് ഈ ഒരു ക്യാമറകൾക്കെല്ലാം സെയിം അതേ സീരിയലിൽപ്പെട്ട ആ ഒരു IP തന്നെ അവിടെ കിട്ടും. അപ്പോൾ അതാണ്, അങ്ങനെ ആ ഒരു സെയിം IP തന്നെ കൊടുക്കുമ്പോൾ എന്തായി, അവിടെ ആ ഒരു നെറ്റ്വർക്കിലോട്ട് തന്നെ ഇതും മാറും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ ഒരു 2 ക്യാമറയും ഈ ഒരു NVRലോട്ടാക്കി മാറ്റാം. അവിടെ സംഭവിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു കിലോമീറ്ററിന് ഇപ്പുറയാണ് ഇതിരിക്കണമെങ്കിലും ഇതിനെല്ലാം ഒറ്റ നെറ്റ്വർക്ക് കിട്ടും. അതായത് ഈ ഒരു നെറ്റ്വർക്കിനെ നമുക്ക് നമ്മുടെ ഈ ഓഫീസിലുള്ള നെറ്റ്വർക്കിൽ കൊണ്ടുവരാനും ഈ NVRലോട്ട് ഇപ്പുറത്തെ ഈ ഒരു ഓഫീസിലുള്ള ആ 2 ക്യാമറേനെയും കൊണ്ടുവന്ന് നമുക്കിവിടെ ഈ ഒരു നെറ്റ്വർക്കിൽ ഉപയോഗിക്കാം. ഇത് ക്യാമറയുടെ കേസിൽ മാത്രമല്ല, അതായത് ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് ബേസ്ഡ് വർക്ക് ചെയ്യുന്ന ഏതൊരു സിസ്റ്റം ആണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ എന്താണെങ്കിലും, ഇപ്പോൾ കമ്പ്യൂട്ടർ ഷെയറിങ് പോലെയുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ എന്തായാലും ഫയൽ ഷെയറിങ് ഉൾപ്പെടെ എല്ലാത്തിനും നമുക്കിത് ഉപയോഗിക്കാം. ഒരു വലിയൊരു ക്യാമ്പസാണ് ഈ ഒരു 2 ബിൽഡിംഗ് ഇരിക്കുന്നത്, 2 ക്യാമ്പസ്, ആ ക്യാമ്പസിൽ തന്നെ 2 ബിൽഡിംഗാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒറ്റ നെറ്റ്വർക്ക് ആക്കാനായിട്ടാണെങ്കിലും ആ നെറ്റ്വർക്കിലോട്ടുള്ള ആ ഒരു ട്രാഫിക്കിലോട്ട് ആക്കാനൊക്കെ ആണെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള പോയിന്റ് ടു പോയിന്റ് ഡിവൈസ് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു നെറ്റ്വർക്കിലോട്ട് ആയി കിട്ടുകയും നമുക്ക് അതിൻ്റെ ഫുൾ ആക്സസ് നമുക്ക് ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുകയും സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്ന കുറേ ഡൗട്ടുകളുണ്ട് ആൾക്കാർക്ക്. അതായത് ഇപ്പോൾ നമുക്ക് വരുന്ന ഡൗട്ടുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ ഒരു ലൈൻ ഓഫ് സൈറ്റ് ഓക്കെ ആയിരിക്കണമെന്നുള്ളത്. അതായത് ഈ ഒരു പോയിന്റ് ഈ രണ്ട് പോയിന്റിലോട്ടുള്ള ലൈൻ ഓഫ് സൈറ്റ് ഓക്കെ ആയിരിക്കണം. ശരിയാണ്, ഓക്കെ ആയിരിക്കണം. കാരണം ലൈൻ ഓഫ് സൈറ്റിൽ വേറെ വലിയ ഒബ്സ്ട്രക്ഷൻസ്, ഒരു മരം പോലത്തെ ഒരു ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ അധികം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ലൈൻ ഓഫ് സൈറ്റ്, ഈ 2 ഡിവൈസുകൾ തമ്മിലുള്ള ലൈൻ ഓഫ് സൈറ്റ് പ്രോപ്പർ ആവില്ല. അപ്പോൾ ഈ ഒരു നെറ്റ് കിട്ടില്ല. അപ്പോൾ ലൈൻ ഓഫ് സൈറ്റ് ഓക്കെ ആണ്. പിന്നെ എത്ര ഡിസ്റ്റൻസ് വരും എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഒരു 1 കിലോമീറ്റർ തുടങ്ങി 10 കിലോമീറ്റർ വരെയുള്ള ഡിവൈസുകളുണ്ട്. പക്ഷേ അത് നമുക്ക് ആ ഒരു അത്രയും ഒരു ഡിസ്റ്റൻസിൽ നമ്മൾ നോർമൽ ഗതിയിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. കാരണം ഒരു ക്യാമ്പസിലോ അല്ലെങ്കിൽ ഒരു വലിയൊരു കോമ്പൗണ്ടിലൊക്കെ ഉപയോഗിക്കാറുള്ളൂ. കാരണം അങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മളൊരു കുന്നിൻ്റെ മേളിലായിരിക്കണം. അതായത് ഒരു മലയുടെ മേളിലുള്ള ആൾക്ക് താഴത്തടിവാരത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് ഒരു 10 കിലോമീറ്റർ ആണെങ്കിൽ കിട്ടും. കാരണം ലൈൻ ഓഫ് സൈറ്റ് നമുക്ക് അവിടെ വിസിബിളായിട്ട് കിട്ടും. അല്ലാണ്ട് നമ്മൾ നേരെ നിൽക്കുന്നൊരു സമയത്ത് അതുപോലെ കിട്ടണമെങ്കിൽ അത്രയും വലിയൊരു ടവറിൻ്റെ മുകളിൽ നമ്മൾ വെക്കേണ്ടി വരും. അതെന്തായാലും നമുക്ക് പോസിബിൾ അല്ല. അതുകൊണ്ട് അങ്ങനെ നമ്മൾ നോക്കണ്ട. അല്ലാണ്ട് ലൈൻ ഓഫ് സൈറ്റ് വിസിബിൾ ആകുന്ന ഒരു സ്ഥലത്താണ് ഇരിക്കുന്നത്. നമ്മുടെ തമ്മിൽ കാണാം. ഫോർ എക്സാമ്പിൾ ഇവിടെ ഒരു ഫ്ലാറ്റുകാർക്ക് ഉപയോഗിക്കൂടെ, അതായത് ഇവിടെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഇപ്പുറത്തും ഒരു ഫ്ലാറ്റ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പോൾ ഈ 2 ഫ്ലാറ്റുകൾ തമ്മിലുള്ള ആ ഒരു ടെറസിൻ്റെ മുകളിൽ നിന്നാണെങ്കിൽ നമുക്ക് ആ ഒരു വ്യൂ കിട്ടുന്നുണ്ടെങ്കിൽ, 2 വ്യൂവിന് കിട്ടുന്നുണ്ട്, ആ ഡിസ്റ്റൻസിനുള്ളിലാണ് വരുന്നതെങ്കിൽ ഈ 2 CPE 2 സ്ഥലത്ത് വെച്ചാലും ആ ഒരു നെറ്റ്വർക്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കിട്ടാൻ സാധിക്കും. പിന്നെ ഇതിനകത്ത് വരുന്ന വേറൊരു പോയിന്റ് കൂടിയുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഇവിടെ ഇരിക്കുന്ന ഈ ഒരു മോഡത്തിൻ്റെ വൈഫൈ നമുക്ക് ഇവിടെ നിന്നും ആക്സസ് ചെയ്യാം. കാരണം ഇത് പിടിച്ചെടുക്കുന്നതോടുകൂടി ഇതിലൊരു വൈഫൈ ഉണ്ടാവും. ഇല്ല അതല്ല, നമുക്ക് ഇവിടെ ഒരു റൗട്ടർ വെച്ചിട്ട്, അതായത് ഇവിടെ ഒരു റൗട്ടർ വയ്ക്കുക, ഒരു മോഡം വയ്ക്കുക,
ആ മോഡം വെച്ചിട്ട് ഈ മോഡത്തിലോട്ട്, അതായത് ഈ മോഡത്തിലോട്ട് നമ്മൾ ഈ ഒരു CPE എന്നുള്ള കണക്ഷൻ കൊടുത്തിട്ട് ഇതിന് റിപ്പീറ്റർ മോഡാക്കിയാണെങ്കിൽ, റിപ്പീറ്റർ മോഡിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കിവിടെ വൈഫൈയും കിട്ടും. അതുപോലെ തന്നെ ആ സ്വിച്ച് വഴി കയറി ഈ ഒരു ക്യാമറാസ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എല്ലാത്തിനെയും നമുക്ക് ഇവിടുത്തെ ആ ഒരു നെറ്റ്വർക്കിലോട്ട് കൊണ്ടുവരികയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ വൈഫൈ നമുക്ക് ഈ ഒരു കിലോമീറ്റർ ഇപ്പുറത്തുള്ള ഈ ഒരു CPEയുടെ സഹായത്തോടു കൂടി നമുക്കിവിടെ ഒരു മോഡം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു റിപ്പീറ്റർ മോഡിൽ ഒരു റൗട്ടർ വെച്ചിട്ട് നമുക്ക് പ്രവർത്തിക്കുമ്പോൾ അവിടെയും നമുക്ക് വൈഫൈ കിട്ടും. അതായത് ഇവിടുത്തെ വൈഫൈ, അതായത് ഈ ഒരു മോഡം, ഈ ഒരു കിലോമീറ്റർ ഇപ്പുറത്തിരിക്കുന്ന മോഡം അല്ലെങ്കിൽ ഈ ഒരു 800 മീറ്റർ ഇപ്പുറത്തിരിക്കുന്ന അടുത്ത ഓഫീസിലെ ആ മോഡത്തിൻ്റെ അതേ നെറ്റ്വർക്ക് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുന്നത്. പിന്നെ അടുത്ത ഡൗട്ടാണ് ഇത് എത്ര സ്പീഡ് വഹിക്കും അല്ലെങ്കിൽ എത്രത്തോളം പോകുന്നത്. കാരണം ഈ ഒരു ഡിവൈസും തന്നെ നമുക്ക് 2.4 GHz വരുന്നുണ്ട്. അതുപോലെ തന്നെ 5 GHz വരുന്നുണ്ട്. 2 ബാൻഡ്വിത്തിലും ഈ ഒരു ഡിവൈസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന ഡിവൈസ് പോലെ ഇരിക്കും. നമ്മൾ 2.4 മാത്രം എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിനനുസരിച്ചിട്ടുള്ള സ്പീഡേ ഉണ്ടാവുകയുള്ളൂ, ആ ഒരു കൺവേർഷൻ സ്പീഡ് ഉണ്ടാവുകയുള്ളൂ. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ 5 GHz ഉള്ള വൈഫൈ ബാൻഡ്വിത്തുള്ള ആ ഒരു ഇത് തന്നെ എടുക്കുക. അതായത് ഡ്യുവൽ ബാൻഡ് തന്നെ CPE എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ല. അപ്പോൾ നല്ലൊരു ബാൻഡ്വിത്ത് നമുക്ക് ഇപ്പുറത്തെ ഈ ഒരു എൻഡിലുള്ള CPEയിലോട്ട് നമുക്ക് കിട്ടുകയും അങ്ങനെ നമുക്കിവിടെ ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. നല്ല വേഗത്തിൽ തന്നെ നമുക്ക് ഈ ഒരു നെറ്റ്വർക്ക് ആ ഒരു ഡാറ്റ ട്രാൻസാക്ഷനൊക്കെ സാധ്യമാക്കുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഗുണം ഇതാണ്, അവരത്ര വയർ വലിക്കാതെ നമുക്ക് ഈ ഒരു ഒറ്റ നെറ്റ്വർക്കിലോട്ട് കിട്ടും. ഫൈബർ പോലുള്ള ഇതിൻ്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാണ്ട് തന്നെ ഈ ഒരു CPE ഉപയോഗിച്ച് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു കോസ്റ്റ് കമ്പാരിറ്റീവ്ലി അത് കുറവായിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ഒരു പോയിന്റ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇതൊരു ഔട്ട്ഡോർ ആക്സസ് പോയിന്റ് ആയിട്ട് ചിലർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ CPE തന്നെ ഒരു ഔട്ട്ഡോർ ആക്സസ് പോയിന്റ് എന്ന് തന്നെ പറയും. അപ്പോൾ ഈ ഒരു ഇത്തരം CPEകൾ നമ്മൾ ഔട്ട്ഡോർ ആക്സസ് പോയിന്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഈ CPE ചെയ്യുന്നതെന്ന് പറഞ്ഞൊരു ബീം ഫോർമേഷനാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതാണ് ഈ ഒരു ആക്സസ് പോയിന്റ് എന്ന് വയ്ക്കുക. അതായത് ഈ കാണുന്നൊരു ആക്സസ് പോയിന്റ് AP അല്ലെങ്കിൽ ഈ കാണുന്ന ഒരു CPE ഇതാണെന്ന് വിചാരിക്കുക. ഇത് ചെയ്യുന്നത് ഒരു ബീം ഫോർമേഷനാണ്. അതായത് ഇങ്ങനത്തെ ഒരു ബീം ഫോർമേഷനാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നെറ്റ്വർക്ക്, അതായത് ഒരു ബീം നെറ്റ്വർക്കിംഗ് ആണ് ഇവിടെ നടക്കുന്നത്, ഒരു ബീം ഫോർമേഷൻ നടക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലാണ് നെറ്റ്വർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് ഈ നെറ്റ്വർക്കിൻ്റെ നമുക്ക് ഇവിടേക്ക് നിന്ന് നല്ല റേഞ്ച് കിട്ടും. എന്നാൽ നെറ്റ്വർക്കിൻ്റെ നേരെ, അതായത് ആ ഒരു ഡിവൈസിൻ്റെ പുറകുവശത്തോ ഈ വശത്തോ ഇവിടെയൊക്കെ വളരെ റേഞ്ച് കുറവായിരിക്കും. അതൊരു ആക്സസ് പോയിന്റ് പോലെ കംപ്ലീറ്റ് റേഞ്ച് അവിടെ തരില്ല. ഇതൊരു ബീം ഫോർമേഷനാണ് നടക്കുന്നത്. അതായത് ഇവിടെ വെക്കുന്ന ഒരു ആക്സസ് പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു CPE ആണെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്നതിലോട്ടായിരിക്കും അത് ബീം ഫോം ചെയ്തിട്ട് ആ ഒരു സിഗ്നൽ കടത്തി വിടുന്നത്. അതിൻ്റെ പുറകിലും അപ്പുറത്തുള്ളതിലൊക്കെ വളരെ സിഗ്നൽ കുറവായിരിക്കും. നമുക്ക് അതിന് ഉപയോഗിക്കുന്ന ഒരു ആക്സസ് പോയിന്റ് അല്ല ഇത്. ഇതാ ഒരു CPE വരുന്നത്, അങ്ങനത്തെ ഒരു ഫംഗ്ഷനാണ് ഈ ഒരു CPEയിൽ വരുന്നത്. അപ്പോൾ അതും ശ്രദ്ധിക്കുക. ആക്സസ് പോയിന്റ് പോലെ അല്ല, ഈ CPEയുടെ പർപ്പസിന് തന്നെ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു 2 ബിൽഡിങ്ങിലോട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കാനും ആ ഒരു ഒറ്റ നെറ്റ്വർക്കിലോട്ട് ക്യാമറകളേക്കും അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്കിനെയൊക്കെ ആ ഒരു ഒറ്റ നെറ്റ്വർക്കിലോട്ടും ആക്കാനായിട്ടാണ് നമ്മൾ ഈ ഒരു പോയിന്റ് ടു പോയിന്റ് ഡിവൈസ് അല്ലെങ്കിൽ P2P ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ ഫുൾ കോൺഫിഗറേഷൻ വീഡിയോ നമ്മുടെ ചാനലിൽ തന്നെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ട്യൂട്ടോറിയൽ സെക്ഷനിൽ നമ്മളതിൻ്റെ ചാനലിൻ്റെ എങ്ങനെ 1 by 1 ആയിട്ട് ഇതിനെ എങ്ങനെ കോൺഫിഗറേഷൻ ചെയ്ത് ലൈവ് ആക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ കാണുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള ടെക്നിക്കൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.